ഒരുപാട് പേര് ജിൻഡോ ചേട്ടന് മണ്ടൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് പല ആൾക്കാരും. അവൻ മണ്ടനൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ള മോനാ. ഒരാള് എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടു പോരും അല്ലെങ്കിൽ ഉയർച്ച വരുന്ന പറഞ്ഞാൽ അവിടെ താറ്റി കെട്ടാനും കുറ്റം പറയാനും വിമർശിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് തോന്നും. ക്രൂരതയുള്ള മനുഷ്യരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് അവിടെ ചെയ്തത്. കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ഉള്ള ഒരു ഇരിക്കണത്. അവരുടെ മുന്നിൽ ചെല്ലുമ്പോഴൊക്കെ അമ്മയെ പറ്റി പറഞ്ഞ് കരയൊക്കെ ചെയ്യുന്ന കുറെ. മനസ്സിന് വിഷമം തട്ടിയ ഭയങ്കര മുഖത്ത് നോക്കുമ്പോ അറിയാൻ പറ്റും പെട്ടെന്ന് മനസ്സിന് വിഷമം തട്ടിയിട്ടുണ്ട്, സങ്കടം വരുന്നുള്ളത്. എന്നെ നോക്കി എന്റെ അമ്മേനെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ആശുപത്രിയിൽ ഇങ്ങനെ പോയി വരുന്നപ്പോഴൊക്കെ പറയാണ്, അമ്മ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയാലും അമ്മേനെ രക്ഷപ്പെടുത്തും. ലൈഫിൽ പരാജയപ്പെട്ടത് ഒരു രീതിയിൽ പരാജയപ്പെട്ടില്ല ഞാൻ ഡൈവോഴ്സാണ്. അവർ തമ്മിൽ വലിയ വഴക്കൊന്നും ഉണ്ടായില്ല. ഞങ്ങളായിട്ട് കുടുംബമായിട്ട് അവളെ സന്ധ്യയായിട്ട് നല്ല സ്നേഹത്തോടുകൂടി തന്നെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഒരു പിരിയണമെന്നില്ല. ഈ ബിഗ് ബോസിൽ ഇറങ്ങുന്നതിന് മുമ്പ് അവരെന്തുകൊണ്ട് സംസാരിച്ചില്ല. അപ്പൊ ഇപ്പം ബിഗ് ബോസിൽ ഇറങ്ങി രക്ഷപ്പെട്ട് കര കയറി പോണത് വരെ 4 ആഴ്ച ആവുന്നവരെ ഒരു കാര്യം മിണ്ടിയില്ല. 4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവന് രക്ഷപ്പെട്ട് പോകണമെന്നുള്ളത് അവർക്ക് തോന്നി. അപ്പൊ ഇവനൊന്ന് താത്തി കെട്ടണം, ഏതെങ്കിലും രീതിയിൽ തകർക്കാൻ പറ്റുമോ നോക്കണം. അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തും പറയാൻ തയ്യാറായ ആൾക്കാരുടെ അവരങ്ങനെ പറയണം. ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറയുമ്പോൾ സങ്കടം ഇല്ലാണ്ടിരിക്കില്ല. കാരണം അമ്മയ്ക്കായാലും അപ്പനായാലും കേൾക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബിഗ് ബോസിനകത്ത് ജിൻഡോ ചേട്ടൻ ഒരുപാട് ഫാൻസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ മകനാണെന്ന രീതിയിൽ നമുക്ക് എന്താണ് പറയാനുള്ളത് ജിൻഡോ ചേട്ടനെ കുറിച്ച്? ഞങ്ങൾക്ക് നല്ല അഭിപ്രായം, ഇവിടെ നല്ല സന്തോഷമുണ്ട്. മോനിങ്ങനെ ഒരു സ്ഥാപനത്തിലിറങ്ങി ബിഗ് ബോസിലിറങ്ങി സാധിച്ചതിലും ഇത്രയും മുന്നോട്ട് പോണതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ജയിച്ചു പറ്റേന്ന് കരുതുന്നു, വിജയിക്കുന്നു. ശരിക്കും ഇങ്ങനെ തന്നെയാണോ ജിൻഡോ ചേട്ടൻ വീട്ടിലും? വീട്ടിലും ഇങ്ങനെ നല്ല സ്നേഹത്തോടുകൂടി എല്ലാവരോടും പോണതും നല്ല പെരുമാറ്റ, എല്ലാവർക്കും വേണ്ടി ചെറുപ്പം മുതലായാലും കഷ്ടപ്പെടാനും അധ്വാനിക്കാനും എല്ലാവരെയും സഹായിക്കാനും ഒക്കെ ഇതിന് നല്ലൊരു മോനായിരുന്നു ജിൻഡോ. അയൽവാസികൾക്കായാലും ഞങ്ങളുടെ ബന്ധുക്കൾക്കായാലും സുഹൃത്തുക്കൾക്കായാലും അവനെ വലിയ കാര്യമാണ്. ആർക്കും അവനോട് ഒരു ഇഷ്ടക്കുറവില്ല. നല്ല നല്ല സുഹൃത്തായിട്ടും സഹോദരങ്ങളായിട്ടും ബന്ധുക്കളായിട്ടും നല്ലൊരു മോനായിട്ട് അവൻ വളർന്നു വന്നേ. ചെറുപ്പത്തിലെ കുറെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അമ്മ. അപ്പൊ എന്തൊക്കെയായിരുന്നു ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള പ്രോബ്ലംസ് ജിൻഡോ ചേട്ടൻ ശരിക്കും? ഞങ്ങള് സാധാരണ ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു. അധികം സാമ്പത്തികമൊന്നുമില്ല, കഷ്ടപ്പാടിലുള്ളൊരു വളർന്നു വന്നേ. അപ്പൊ അവനും ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും കഷ്ടപ്പെടുകയും വർക്ക് ചെയ്യുകയും പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കായാലും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് ഒന്ന് കഷ്ടപ്പെട്ട് വളർന്നു വന്നേ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ജിൻഡോ ചേട്ടൻ പല തവണ ഒരുപാട് കഷ്ടപ്പെട്ടു. അത് അമ്മയെ കുറിച്ച് പറയുമ്പോഴാണ് ശരിക്കും കരയാറുള്ളത്. അപ്പം അമ്മ മകനായിരുന്നോ ശരിക്കും? ഞങ്ങളോട് വലിയ സ്നേഹമായിരുന്നു, ജീവനായിരുന്നു. അമ്മേനെ പറ്റി പറയുമ്പോ കരയാറൊക്കെ ഉണ്ടാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു, എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്ന ഒരു മകനായിരുന്നു. അത് തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാ. ക്യാമറയുടെ മുന്നിൽ ചെല്ലുമ്പോഴൊക്കെ അമ്മയെ പറ്റി പറയാലും അമ്മയെ കുറിച്ച് കൂടുതലും തിരക്കുന്ന അമ്മയെ കുറിച്ചാണ്. അമ്മയെ കുറിച്ച് പറഞ്ഞ് കരയൊക്കെ ചെയ്യുന്ന കുറെ എപ്പിസോഡ്. എനിക്ക് സുഖമില്ലാണ്ടായപ്പോഴൊക്കെ അവന് ഭയങ്കര വിഷമമായി, സങ്കടപ്പെടുകയും. അതിന് ആശുപത്രിയിൽ ഇങ്ങനെ പോയി വരുന്നപ്പോഴൊക്കെ പറയാണ്, അമൃതയിൽ നിന്ന് പോകുന്ന വഴി പറയാണ്, അമ്മ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, അമ്മയ്ക്ക് അസുഖം വന്നെന്ന് എഴുതി പേടിക്കണ്ട, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയാലും അമ്മേനെ രക്ഷപ്പെടുത്തും, അമ്മ പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. ശരിക്കും ഒരു അമ്മ മകൻ തന്നെയാണ്. നമുക്ക് ചില എന്താ പറയാ പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അമ്മയ്ക്ക് അസുഖം എന്ന് പറഞ്ഞല്ലോ, അമ്മയ്ക്ക് എന്താണ് ശരിക്കും അസുഖം എന്ന് പറയുന്നത്? എനിക്ക് ലെൻസിന് കംപ്ലൈന്റ്, ലെൻസ് ചുരുങ്ങല്. അതാണ് അമ്മയ്ക്ക്. അതിനെ കുറിച്ച് ഭയങ്കര ഒരു സങ്കടമാണ് പുള്ളിക്കാരന്. പറയാറുണ്ട്, അതിൽ തന്നെ പറയാറുണ്ട് അമ്മയ്ക്ക് അത് കൂടുതലായി ചുരുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ജിൻഡോ ചേട്ടൻ കുഞ്ഞിലെ മുതൽ ഓരോ ജോലി എടുത്ത് 6ാം ക്ലാസ് മുതൽ നിൽക്കുകയല്ലേ പറഞ്ഞിട്ടുള്ളത്. അത്രയും ചെറുതിലേ ജോലി ചെയ്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് സഹായത്തിനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ?
സഹായത്തിന് അവൻ്റെ അനിയനും കൂടായിരുന്നു സഹായത്തിനൊക്കെ. മടിയില്ലാണ്ട് കൂടെ സഹായിക്കാനൊക്കെ കൂടായിരുന്നു. സഹോദരങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സഹോദരങ്ങൾക്കും നല്ല ഒരു ചേട്ടനായിരുന്നു, രക്ഷപ്പെടുത്താനും സഹായിക്കാനും ഒക്കെ. അമ്മയുടെ കണ്ണില് ജിൻഡോ എന്ന് പറയുന്ന മകനെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് നല്ലൊരു മോനായിട്ട് തന്നെ എപ്പോഴും പറയാനുള്ളത്. എനിക്ക് ജീവനായിട്ട് തന്നെ ഞാൻ അവനെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് പേര് ജിൻഡോ ചേട്ടനെ കുറിച്ച് എന്താ പറയാ പറയുന്നുണ്ട്, കുറെ അലിഗേഷൻസ് വരുന്നുണ്ട്. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പുള്ളീനെ മണ്ടൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് പല ആൾക്കാരും. അവൻ മണ്ടനൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ള മോനാ. അങ്ങനെ പറയുമ്പോ നമുക്ക് ശരിക്കും വിഷമം വരാറില്ല? വിഷമം തോന്നാറുണ്ട്. പിന്നെ വെച്ചാൽ ഒരാൾ എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടു പോരും അല്ലെങ്കിൽ ഉയർച്ച വരുന്ന പറയുമ്പോൾ അവിടെ താറ്റി കെട്ടാനും കുറ്റം പറയാനും വിമർശിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവൂലോ. ഓരോ പല രീതിയിലും വിമർശിക്കും. അത് ആരെയായാലും ഒരാൾ എന്തെങ്കിലും ഒരു ഇതിലേക്ക് ഇറങ്ങുമ്പോൾ, ഇങ്ങനെ ഒരു പരിപാടികളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വിമർശനത്തിനും ഒരുപാട് ഒത്തിരി ആളുകളുണ്ടാവും. അതൊന്നും കണക്കൂടാനില്ല, ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വിളിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വിഷമം തോന്നാറില്ലേ? വിഷമം തോന്നാറുണ്ട്, മനസ്സിൽ വിഷമം ഒരുപാട് തോന്നും. പിന്നെ ഞാൻ ആലോചിക്കും, ഇതൊരു മത്സരമാണ്, ഇവര് കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ഉള്ളവര് ഇരിക്കണത്. ശരിക്കും എന്താ അമ്മയ്ക്ക് പുണ്യം എന്ന് പറയാൻ തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം എല്ലാ എപ്പിസോഡിലും അമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. എവിടെ ഏതൊരു ക്യാമറ കാണുമ്പോഴും അമ്മയെ എനിക്ക് ശരിക്കും വിഷമം തോന്നിയിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു അത്. എന്നെ മണ്ടനെന്ന് വിളിച്ചു, പക്ഷെ ഞാൻ അങ്ങനെ അല്ല, അമ്മയ്ക്ക് അറിയാം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ശരിക്കും മനസ്സിൽ തട്ടി പറഞ്ഞതാണല്ലോ. പല സ്ഥലത്തും പുള്ളിക്കാരനെ എന്താ മോശമായിട്ട് പറയാറുണ്ട് പല കണ്ടസ്റ്റന്റും. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കും ശരിക്കും അങ്ങനെ ബിഗ് ബോസിൽ പോകണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? ബിഗ് ബോസിൽ പോകണ്ടായിരുന്നു തോന്നിയില്ല, അത്രയും കാലം കിട്ടി ചാൻസ് അല്ലേ. പിന്നെ അവിടെ അങ്ങനെ മത്സരങ്ങൾ നടക്കുമ്പോ പലരും പലതും പറയും, അതൊക്കെ കുറച്ചൊക്കെ സഹിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇച്ചിരി വിഷമമൊക്കെ എനിക്കുണ്ട് തോന്നിയിട്ടുള്ളൂ. ഈ ഫാമിലി എടുത്തു കഴിയുമ്പോൾ പുള്ളി സെപ്പറേറ്റഡ് ആണല്ലോ. അപ്പോ ജിൻഡോ ചേട്ടന്റെ വൈഫ് ബിഗ് ബോസിൽ പോയ സമയത്ത് ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നോ? അതെനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? എന്തോ കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ആണല്ലേ, ഓക്കെ. പുള്ളി ഇനിയൊരു വിവാഹം കഴിക്കണമെന്ന് അമ്മയ്ക്ക് താല്പര്യം ഉണ്ടോ? വേണം. ആണ്, എന്തുകൊണ്ടാ താല്പര്യം? അവനൊരു ജീവിതം വേണ്ടേ, അതുകൊണ്ടാ താല്പര്യം അല്ലേ? അവനാരും ഇല്ലാണ്ടാവാൻ പാടില്ലല്ലോ, ജീവിതം വേണം. ശരണ്യ മുന്നേ അറിയായിരുന്നോ ജിൻഡോ ചേട്ടന്? അതെനിക്ക് അറിഞ്ഞൂടാ. ആള് ജിമ്മിൽ വരുന്നത് ഞാൻ അതിനെ പറ്റി അന്വേഷിക്കാറില്ല. അപ്പം പല അലിഗേഷൻസും വരുന്നുണ്ട്. അറിയാം, എല്ലാം അറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നോറേനൊക്കെ അറിയാന്ന് പറയുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്ക് അറിയോ ഇവരൊക്കെ? അറിഞ്ഞൂടല്ലേ. അപ്പം പൊതുവെ ഒരു സംസാരം ഉണ്ടല്ലോ ജിൻഡോ ചേട്ടനെ കുറിച്ച്. ഇപ്പൊ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട് ജിൻഡോ ചേട്ടന്. നോക്കാനും അന്വേഷിക്കാനെന്ന് പറഞ്ഞാൽ അമ്മേനെ ആയാലും അപ്പനെ ആയാലും അതുപോലെ തന്നെ അപ്പച്ചനെ ആയാലും നോക്കും. അന്വേഷണത്തിന് കുറവൊന്നുമില്ല. നല്ല രീതിയിൽ അപ്പച്ചനെയും നോക്കും. അപ്പച്ചൻ്റെ കൈ മുറിഞ്ഞിരുന്നിട്ടും വിരലിങ്ങനെ മുറിഞ്ഞ് അറ്റുപാറായിട്ട് കൊണ്ടു കിടക്കുകയും മരുന്നുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തിനായാലും കുറവൊന്നും വരുത്താറില്ല. ബിഗ് ബോസിൽ എന്തായാലും ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലേ? അങ്ങനെ എത്തപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ബിഗ് ബോസിൽ ജയിച്ചു പോണേ കപ്പടിക്കണേന്ന്. ജിൻഡോ ചേട്ടൻ ഇങ്ങനെ അവിടെ ചായക്ക് എതിരെ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. ചായപ്രേമിയാണോ ശരിക്കും? ചായ ഒത്തിരി കുടിക്കുന്ന ആളാണ്. വീട്ടിൽ വന്നാലും രാത്രി ചായ, ഊണ് കഴിഞ്ഞാലും ചായ കുടിക്കും. ഭയങ്കര വൃത്തിയുള്ള ആളൊക്കെയാണെന്ന് വൃത്തിയൊക്കെ ഉണ്ട്, നല്ല വൃത്തിയുള്ള ആളാ. ബിഗ് ബോസിൽ കാണുന്ന അതേ ജിൻഡോ ചേട്ടൻ തന്നെയാണോ വീട്ടില്? അതേപോലെയാണോ? അതുപോലെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ ഇങ്ങനെ മത്സരമാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും ഒച്ചയും ഇതൊക്കെ ഉണ്ടല്ലോ. വീട്ടില് പിന്നെ അങ്ങനെയില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, ഒച്ചയൊന്നുമില്ല. ആള് ഇതേപോലെ സൈലന്റ്. വീട്ടില് സൈലന്റാ ഞങ്ങള് എല്ലാവരും. അമ്മയും മക്കളും സഹോദരങ്ങളായാലും നല്ല സൈലന്റ്, അധികം ഒച്ചയൊന്നുമില്ല.
ബിഗ് ബോസ് എന്ന് പറയണ ഒരു മത്സര സ്ഥലമല്ലേ. ശരിക്കും ജിൻഡോ ചേട്ടൻ ഇങ്ങനെ ഒരു മത്സരം ഈ ബിഗ് ബോസിൽ എത്തിപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആകുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് നമുക്ക്? അങ്ങനെ ചോദിച്ചാ അവന് ജിമ്മ് നടത്തണം, ജിമ്മ് കൊണ്ട് ഇങ്ങനെ പോകും. പിന്നെ അവൻ തന്നെ ചെറുപ്പം മുതൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജിമ്മുകളിലേക്ക് ഇതിലേക്കൊക്കെ എത്തിയേക്കണത്. അപ്പൊ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ എത്തിപ്പെടാനുള്ള ഒരു കഴിവ് അവനുണ്ടെന്നുള്ള ഒരു ബോധം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ കുഞ്ഞിപ്രായം മുതൽ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ചെറുതായി ഇങ്ങനെ എന്തെങ്കിലും വർക്കുകൾക്കൊക്കെ പോവായിരുന്നു. എന്ത് വർക്കായാലും കിട്ടിയാലും പോവായിരുന്നു. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞത് ചെറുപ്പം മുതൽ അവനൊരു ബിസിനസ്സിനോട് താല്പര്യം ഉണ്ടായി. ഞാൻ ജിംനാസ്റ്റിക് ട്രെയിനിന് മുമ്പ് ചെറുപ്പം മുതലും ഇങ്ങനെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഈ റൂബിക്കൊക്കെ ഉള്ള മരമില്ലേ, മരമൊക്കെ ഒന്നിച്ച് മേടിച്ച് കച്ചവടം ചെയ്തിട്ട് ഒരു കടകളിൽ കിലോ കണക്കിന് തൂക്കി അങ്ങനത്തെ ബിസിനസ്സൊക്കെ ചെയ്യായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തും. അത് അനിയനും കൂടും ചേട്ടൻ പറിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. ബിസിനസ്സിനോട് താല്പര്യം ആദ്യമേ എന്നുള്ളതാണ്. ബിസിനസിനോട് താല്പര്യം എന്ന് പറഞ്ഞല്ലോ, ഒരു ബിസിനസ് മാൻ ആവുന്നേക്കാളും കൂടുതൽ ഒരു ഫാൻസ് ഉണ്ട് ഇപ്പൊ ശരിക്കും ബിഗ് ബോസിനകത്ത് ചേട്ടന്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരും ഒരാളെ പെട്ടെന്ന് ഒരു ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്നതിൽ സന്തോഷമില്ലേ അമ്മയ്ക്ക്? എല്ലാരും പെട്ടെന്ന് കരയുന്ന ഒരാളാണോ? ഇമോഷണലി മനസ്സിന് വിഷമം തട്ടിയ ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ കരഞ്ഞു മുഖത്ത് നോക്കുമ്പോ അറിയാൻ പറ്റും പെട്ടെന്ന് മനസ്സിന് വിഷമം തട്ടിയുണ്ട്, സങ്കടം വരുന്നുള്ളത്. മനസ്സ് വിഷമിച്ചോണ്ടിരിക്കുന്നതിന്. ഈ ഗബ്രിയും ജാസ്മിനും ആയിട്ടുള്ള ഒരു ലവ് സ്ട്രാറ്റജി ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അതില് ജിൻഡോ ചേട്ടൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനോട്. അപ്പം അമ്മ ഒരു പ്രേക്ഷക എന്ന രീതിയിൽ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ജിൻഡോനെ അവർ ഒറ്റപ്പെടുത്തുന്നതായിട്ട് ഞാൻ കാണുന്നത്. ശരിക്കും അമ്മയ്ക്ക് ഇപ്പം ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ട് ജിൻഡോ ചേട്ടൻ ഒരു അഡ്വൈസ്, ഒരു ഉപദേശം കൊടുക്കണോന്ന് പറഞ്ഞാൽ അമ്മ എന്തായിരിക്കും പറയാ? ഉപദേശം കൊടുക്കണം, നന്നായിട്ട് നന്നായിട്ട് കളിക്കണം എന്ന് പറയില്ലേ? മറ്റൊരു ഉപദേശം കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാരും ഒറ്റപ്പെടുന്നുണ്ട്, അപ്പൊ അമ്മ പറയോ ഇങ്ങനെ ഒറ്റപ്പെട്ട് കളിക്കണോ എന്നൊക്കെ ചോദിക്കോ? അവൻ പറയണ അവന്റെ കൂട്ടുകാരൻ്റെ ഒറ്റപ്പെട്ട് കളിച്ചാൽ മതി എന്നല്ലോ. അവൻ ഞങ്ങളെന്താ പറയാ? ഒരു പ്രത്യേകത ക്യാരക്ടർ ആണോ, അതോ ഇതേപോലെ സൈലന്റ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ, അതോ എല്ലാരും ഫ്രണ്ട്സ് സർക്കിൾ ഒരുപാടുണ്ടോ ജിൻഡോ ചേട്ടന്? ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ഒരുപാട്. അവിടെ മണിക്കാലത്ത് വന്നാലും ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്, കൂട്ടും ഒക്കെ ഉണ്ട്. എന്നുവെച്ചാൽ അവനങ്ങനെ കൂടുതൽ ഒച്ചൻ്റെ അടുത്ത് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി പറയുന്ന ഒരാളല്ല. ദേഷ്യപ്പെടാറില്ലേ ഇപ്പൊ? ഇത്ര സഹിയായിട്ട് ആരുമായാലും ഒന്ന് പൊട്ടി തെറിക്കൂലോ, അങ്ങനെ ഒരു ദേഷ്യപ്പെടലേ വിടുള്ളൂ. അല്ലാണ്ട് അവൻ ആരെയായിട്ട് ഒച്ചപ്പാടിനും കരാറ്റ പഠിച്ചു, ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. കുഞ്ഞു പ്രായം മുതൽ പോയി കരാറ്റ പഠിച്ചു ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. അത് കഴിഞ്ഞ് കുറെ പിള്ളേരെ കരാറ്റ ക്ലാസ് നടത്തി. പിന്നെ കുറച്ചാള് പഞ്ചാബിൽ പോയി 1-2 വർഷം. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അവൻ ആരോടും ദേഷ്യപ്പെടലില്ല, ശാന്തമായിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു. ശാന്ത സ്വഭാവമാണ് ആയിരുന്നു. പിന്നെ ബിഗ് ബോസിൽ പറയരുത് കണക്കൂട്ടുണ്ട, അത് അവിടുത്തെ ദേഷ്യവും അവിടുത്തെ കൊണ്ട് മത്സരവും കൊണ്ട് പറയണതാ. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും ജിൻഡോ ചേട്ടന്റെ കുടുംബജീവിതത്തിൽ എന്താ ശരിക്കും സംഭവിച്ചത്? അവർ തമ്മിൽ വലിയ വഴക്കൊന്നും ഉണ്ടായില്ല. ഞങ്ങളെ കുടുംബമായിട്ട് അവളെ സന്ധ്യയായിട്ട് നല്ല സ്നേഹത്തോടുകൂടി തന്നെ പോയിക്കൊണ്ടിരുന്നത്. വെറുതെ നിസ്സാരം എന്തോന്നും പ്രശ്നങ്ങൾക്ക് തമ്മിൽ തോന്നി. പിന്നെ സന്ധ്യയായാലും തിരുവനന്തപുരത്ത് തന്നെയാണ് എപ്പോഴും ജോലി ചെയ്യണത്. അപ്പൊ ഇവര് തമ്മിൽ പരസ്പരം എപ്പോഴും വീട്ടിൽ വരാറില്ല, വരല് കുറവാ. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഇവര് തമ്മിൽ തന്നെ എന്തോ നിസ്സാര പ്രശ്നത്തിന് അങ്ങോട്ടും കൂടെ എന്തൊക്കെ ചെക്കിടാക്കി രണ്ടാം കൂടിയും വരികയായിരുന്നു. അല്ലാണ്ട് വേറെ വലിയ ഇഷ്ടക്കുറവുകളോ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ വീണ്ടേതായ ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾ കാണാനില്ല. പക്ഷേ ജിൻഡോ ചേട്ടൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോ രീതിയിൽ മോശമായിട്ട് പറഞ്ഞിട്ടില്ല, എന്തോ നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതുകൊണ്ട്. അല്ലാണ്ട് ഒരു കാരണവശാലും ഒരു പിരിയേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഒരു പിരിയണമെന്നില്ല. വിഷമം ഉണ്ടോ എനിക്ക് ഇനിയും? അപ്പൊ ഞാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല അതില്. ഇതിലിപ്പോ ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം അന്നാളിലൊക്കെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇച്ചിരി ഏറെക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുടുംബജീവിതത്തെ പറഞ്ഞേക്കണ്ട, ക്ഷമിച്ചും സഹിച്ചും പോവാ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും മുന്നോട്ട് പോവാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ താല്പര്യമില്ല.
ഉം. എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും കൂടി ഒത്തു പിരിഞ്ഞതാ. മ്യൂച്വലായിട്ട് പിരിഞ്ഞതാണ്. അവർ രണ്ടുപേരും സഹകരിച്ച് പിരിഞ്ഞു. അവരിപ്പോ കോണ്ടാക്ട് ഒക്കെ വെക്കുന്നുണ്ടോ അമ്മ? അത് കൃത്യമായിട്ട് എനിക്കറിയാൻ പാടില്ല. അറിയത്തില്ല. ഉം. ഞാൻ പിന്നെ അതിനെ പറ്റി കൃത്യച്ച് ചോദിക്കാറില്ല. അറേഞ്ച് മാരേജ് ആയിരുന്നോ അതോ ലവ് മാരേജ് ആയിരുന്നോ ജിൻഡോ ചേട്ടന്റെ? അവര് ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് ആയിരുന്നു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 10-15 കൊല്ലത്തോളായിട്ടുണ്ട് ഏറെക്കുറെ. അമ്മയെ കുറിച്ച് പറഞ്ഞതൊക്കെ ബിഗ് ബോസിൽ ലാലേട്ടനോടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. വരുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അമ്മയെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ? അന്ന് അവിടെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടായിരുന്നു. അസുഖം ആയിരുന്നു. ഇപ്പൊ തിരുവനന്തപുരം കിംസിലെ ചികിത്സയായിരുന്നു. ഫാമിലി ജിൻഡോ ചേട്ടന്റെ കുടുംബം എന്ന് പറയുമ്പോ എങ്ങനെ പരിചയപ്പെടുത്തോ? കുടുംബം എങ്ങനെയാ? സഹോദരങ്ങള് താഴെ ജിംസൺ, രണ്ടാമത്തെ മൺ. കുഴപ്പമൊന്നുമില്ല, അവനും നല്ല മോൻ തന്നെയാ. സപ്പോർട്ടായിരുന്നു മക്കള് സപ്പോർട്ടാണ്. ഞങ്ങൾ 3 മക്കളും നല്ല സപ്പോർട്ടുള്ള മക്കളാ. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടക്കുറവോ അതൊന്നും ഇല്ലാതെ ജോലിച്ചു പോണ മക്കളാ. മോളും അങ്ങനെ തന്നെയാ. മോള് അനിയൻ ഖത്തറിൽ എയർപോർട്ടിൽ ജോലി, ഫ്ലൈറ്റ് അവിടെ. ജിൻഡോ ചേട്ടനാണോ ഇവര് രണ്ടുപേരും? അനിയന്റെ പെണ്ണാണ് CRPFിൽ ജോലി ചെയ്യണേ. അവിടെയാണ് ഇപ്പൊ 2 കൊല്ലമായിട്ട് ഞങ്ങള് കൂടുതൽ നിക്കണം. 2 ആളും പോയി നിൽക്കുന്നത് ഇടയ്ക്ക്. പിന്നെ മോള് കാനഡയിൽ 3 മക്കള് അവിടെ നൈസാർ ജോലി ചെയ്യണു. കുഴപ്പമില്ലാത്ത രീതിയിൽ പോണു, വിളിക്കുകയൊക്കെ ചെയ്യും. തന്നെ ആയിട്ടപ്പോ മക്കളാരും കുഴപ്പമില്ല. ഈ ബിഗ് ബോസിനകത്ത് വന്ന ശേഷം എന്തെങ്കിലുമൊക്കെ സ്വഭാവ മാറ്റം വന്നതായിട്ട് അമ്മയ്ക്ക് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ? ദേഷ്യമൊക്കെ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണോ ജിൻഡോ ചേട്ടൻ? ഭക്ഷണം കഴിക്കും. അവനിങ്ങനെ പച്ചക്കറികളായാലും അരിഞ്ഞ് ഇങ്ങനെ ഒക്കെ കഴിയും ഒരു നേരമൊക്കെ അങ്ങനെ. പിന്നെ ഇവിടെ ഇറക്കി ചിക്കനൊക്കെ മേടിക്കും, പിന്നെ ഭക്ഷണം കഴിക്കും. ചോറൊന്നും ഓവറായിട്ട് കഴിക്കില്ല. ഈ ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഗബ്രി ഇങ്ങനെ ജിൻഡോ ചേട്ടന് എതിരെ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഒക്കെ കൊണ്ടുവന്നു. അത് അവൻ കുറെ ചീത്ത പറഞ്ഞപ്പോ സഹിയായിട്ട് ആരും വിളിച്ചോലേ? അല്ല, കരയുന്നുണ്ടായിരുന്നല്ലോ ഭക്ഷണത്തിന് മുന്നിരുന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവൻ കുറെ ആവശ്യമില്ലാത്ത ചീത്തയൊക്കെ അവനെ വിളിച്ചു പറഞ്ഞപ്പോ ആരായാലും മനസ്സ് വേദനിക്കില്ലേ? അവിടെ ആയതുകൊണ്ട് ബിഗ് ബോസിലായതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. മനസ്സ് വിഷമിച്ച് കരഞ്ഞു. കണ്ടപ്പോ സങ്കടം തോന്നി. കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ടൂത്തി ആരും കടിക്കില്ലേ? അല്ല, എല്ലാവർക്കും ആയിട്ടുള്ള ഒരു മറുപടി ആയിട്ട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഒറ്റപ്പെടുത്തലും കുറ്റം പറയുന്നതൊക്കെ. ഒറ്റപ്പെടുത്തലും കുറ്റം പറയുകയൊക്കെ ചെയ്യണേല് വിഷമമുണ്ട്. പക്ഷെ എല്ലാവരും ചോദിച്ചു പോണെങ്കിൽ അത് സന്തോഷമുള്ളൂ. ഇങ്ങനെ ഒരു മകനെ കിട്ടിയതിൽ അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അമ്മയെന്ന് പറഞ്ഞാൽ അത്രയും അമ്മയ്ക്കായാലും അപ്പനായാലും സഹോദരങ്ങൾക്കായാലും വലിയ സന്തോഷം തന്നെ ചേട്ടനുണ്ട്. എനിക്ക് എൻ്റെ മോനെ വലിയ സന്തോഷം. അച്ഛനും അമ്മയും കരയുന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട് ആൾക്ക് എപ്പോഴും അതിനകത്ത്. ഇത് കാണുമ്പോൾ എങ്ങനെയാണ് പുറത്തു പോകുന്നതെന്നൊക്കെ. ഇപ്പൊ അദ്ദേഹത്തിന് മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് എന്താ പറയാനുള്ള? അങ്ങനെ ഒരു ഇന്നുവരെങ്കിലും അങ്ങനെ അതിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ ബിഗ് ബോസിൽ ഇറങ്ങുന്നതിന് മുമ്പ് അവരെന്തുകൊണ്ട് സംസാരിച്ചില്ല? അപ്പൊ ഇപ്പം ബിഗ് ബോസിൽ ഇറങ്ങി രക്ഷപ്പെട്ടു കര കയറി പോണത് വരെ 4 ആഴ്ച ആവുന്നവരെ ഒരു കാര്യം മിണ്ടിയില്ല. 4 ആഴ്ച കഴിഞ്ഞപ്പോ ഇവന് രക്ഷപ്പെട്ടു പോകണമെന്നുള്ളത് അവർക്ക് തോന്നി. അപ്പൊ ഇവനൊന്ന് താത്തി കെട്ടണം, ഏതെങ്കിലും രീതിയിൽ തകർക്കാൻ പറ്റുമോ നോക്കണം. അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തും പറയാൻ തയ്യാറായ ആൾക്കാരുണ്ടാവും. അവരങ്ങനെ പറയണം. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. ജിൻഡോ ചേട്ടൻ ബിഗ് ബോസിൽ ഇങ്ങനെ ഒന്നിനും പ്രതികരിക്കാതെ ഇത്രയും സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരു ബോഡി ബിൽഡറാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്രയും ക്ഷമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ക്ഷമ ഉള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. നല്ല ക്ഷമയുള്ള വ്യക്തിയാണ്.
അവനൊരുവിധം ആൾക്കാരോട് ആരോട് ഓരോ ഒച്ചപ്പാടിനും പാത്ത ഒരാളാണ്. ഇതേപോലെ ഒരു ആരായിട്ട് ഒരു വഴുക്കുണ്ടാക്കിയ ഒരു കേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതത്രേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ജിൻഡോനൊന്ന് താത്തി കൊണ്ടിരുന്നു. അല്ല, അച്ഛനും അമ്മയും മകന്റെ ഉയർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഒരു ബിഗ് ബോസിലോട്ട് കയറിയ ശേഷമുള്ള ഒരു ഉയർച്ചയെ പറ്റി എന്താണ് അച്ഛനും അമ്മയ്ക്കും പറയാനുള്ളത്? അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അമ്മയാണല്ലോ കുറച്ചും കൂടി കണക്ട് ആയിട്ടുള്ളത് മകനുമായിട്ട്. അമ്മയ്ക്കും അപ്പച്ചനും ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് വളരെയേറെ സന്തോഷം. ഓന്റെ ഉയർച്ച കാണുമ്പോ മക്കൾക്ക് ഉയർച്ച കാണുമ്പോ അമ്മയ്ക്കും അപ്പനായാലും സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം ദിവസവും രാത്രിയൊക്കെ ഇങ്ങനെ കൊള്ളൊച്ചെടുക്കാൻ വഴിക്കോടെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ രാത്രിയൊക്കെ കിടന്നു കഴിയുമ്പോഴെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ ഓർക്കാൻ പറ്റില്ല, സങ്കടമൊക്കെ വരും. എന്ത് ദൈവം ഇത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോന്നാൽ മതിയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു വന്നൊരു മനുഷ്യനാണല്ലേ. അപ്പൊ ഇവിടെയും അതേപോലെ കുത്തുവാക്കൾ കേൾക്കുമ്പോ അമ്മയ്ക്ക് വിഷമം വരാറില്ല? അത് മനസ്സിൽ വിഷമം തട്ടും, നല്ല വിഷമം വരാറുണ്ട്. അതായത് പുള്ളിക്കാരൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ, ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറയുമ്പോൾ സങ്കടം ഇല്ലാണ്ടിരിക്കില്ല. കാരണം അമ്മയ്ക്കായാലും അപ്പനായാലും കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ശരിക്കും ഇത്രയും ക്ഷമ ഉള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കാരണം ആ മുട്ടത്തോടൊക്കെ തറയിലിടുമ്പോൾ അത് വാരിയെടുക്കാന്നൊക്കെ പറഞ്ഞൊരു സീനൊക്കെ കാണിക്കുന്നത്, അത് അതൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞ് അതുപോലെ വിതറിയിടാന്ന് പറഞ്ഞ ഒരു എത്ര ക്രൂരതയുള്ള മനുഷ്യരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് അവിടെ ചെയ്തത് അല്ലേ. ഒരു ചെന്ന് അങ്ങടെ മുട്ടത്തൊണ്ടും ചീഞ്ഞ മുട്ടയും അതും ഇതും റസ്കും ബിസ്ക്കറ്റും ഒക്കെ വാരി വലിച്ചെറിഞ്ഞ് തറയിൽ ഒരാളെ കൊണ്ട് അടിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടൊരു പണിയല്ലേ അത്. ക്ഷമിച്ച് സഹിച്ച് അടിച്ചു വാരിയത് എൻ്റെ മോൻ്റെ നല്ല മനസ്സ്. അതിൽ നിന്ന് ഇതിന്ന് ഒരു വിജയിച്ച് പോകണമെന്ന് കരുതിയിട്ടാണ് അടിച്ചു വാരിയത്, പ്രതികരിക്കാണ്ട് നിന്നത്. ആരോടും വഴക്കില്ലാതെ സൗമ്യമായിട്ട് പോകുന്ന സ്വഭാവക്കാരനാണ്. അപ്പം ഒരു കുറവുണ്ടെന്ന് പറയുമ്പോ ജീവിതം അങ്ങനെ ആയിപ്പോയി. അതൊരു കുറവുണ്ട് ഇത്തിരി. ഇനിയിപ്പോ അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ട് മകൻ കഴിക്കണം. അപ്പൊ ജിൻഡോ ചേട്ടൻ പുറത്തിറങ്ങുമ്പോ പറയുമോ അത്? ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്. ആലോചനകൾ വരാറുണ്ടോ? അപ്പൊ അവൻ പറയും ആലോചനകളും വരുന്നുണ്ട്. പിന്നെ ആവട്ടെ, ഇപ്പൊ ഓടി പറഞ്ഞ് കല്യാണം കഴിക്കാനുള്ള ബന്ധം ഒഴിവാക്കി പതുക്കെ മതി. അപ്പൊ ഇങ്ങനെ വിവാഹം പ്രതീക്ഷിക്കാം നമുക്ക് ബിഗ് ബോസിന്ന് ഇറങ്ങുമ്പോ അല്ലേ? എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, അച്ഛന് ആഗ്രഹമൊക്കെ ഉണ്ട്. എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. ഞാൻ ഈ സുഖമില്ലാത്ത ആളാ. എന്റെ കാലം കഴിയുമ്പോ മോനൊരു കല്യാണം കഴിച്ചാണെന്ന് ആഗ്രഹം ഉണ്ടാവൂല. വീട്ടിലെ ഏറ്റവും കൂടുതൽ അമ്മ അല്ലാതെ വീട്ടിലെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആരുടെ അടുത്താ? അച്ഛൻ്റെ അടുത്താണോ സഹോദരങ്ങളുടെ അടുത്താണോ? അച്ഛൻ്റെ അടുത്ത്. എല്ലാ കാര്യത്തിനും പെങ്ങളെയായാലും പഠിപ്പിക്കാനും കെട്ടിക്കാനും എല്ലാത്തിനും നല്ലൊരു സഹകരണത്തോടുകൂടി ചെയ്യാനൊക്കെ നല്ല. അപ്പോ ഇവര് രണ്ടുപേരെ രക്ഷിച്ച ജിൻഡോ ചേട്ടനാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സഹോദരങ്ങളെ പഠനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ ആഗ്രഹിച്ച നഴ്സിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയുക? രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ അന്നത്തിരി സാമ്പത്തികം കുറവായിരുന്നു നഴ്സിങ്ങിന് പഠിപ്പിക്കാൻ. അനിയനായാലും ഇവനയിലും താഴെയല്ലേ, അവന്റെ കയ്യിലും വരായൊന്നുമില്ലല്ലോ. ഇവനും അധികം പ്രായമൊന്നുമില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് നഴ്സിംഗ് പഠിപ്പിക്കാനുള്ള പൈസ ഉണ്ടായില്ല. അപ്പൊ ഡിഗ്രിക്ക് ആക്കി. ഡിഗ്രി കഴിഞ്ഞപ്പോ പിന്നെ കല്യാണാലോചനകൾ വന്നു തുടങ്ങി. അപ്പൊ കഴിക്കാനപ്പോ എനിക്കും എല്ലാവർക്കും ആഗ്രഹം ഒരു ജോലി ഇല്ലാണ്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല. പെൺകുട്ടി എന്നെ കാശില്ലെങ്കിലും കുറഞ്ഞാലും കഴിച്ചുകൊണ്ടാന്ന് പറഞ്ഞ് പലരും വന്നായിരുന്നു. നല്ല ഒരു മോളായിരുന്നു. അപ്പൊ അവളും പറഞ്ഞു ചേട്ടാ എന്നെ ഇപ്പൊ കഴിക്കണ കാശ് കൊടുത്ത് നഴ്സിംഗ് പഠിപ്പിക്കും, എനിക്കൊരു ജോലി കിട്ടിയിട്ട് കല്യാണം മതിയെന്ന് പറഞ്ഞു. പിന്നെ ഡിഗ്രി കഴിഞ്ഞാൽ നഴ്സിങ്ങിനാക്കി. ജിൻഡോ ചേട്ടന്റെ പഠനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പഠിക്കായിരുന്നു, കഷ്ടപ്പെട്ടായാലും പഠിക്കായിരുന്നു. ജിമ്മും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ? അതിന്റെ വളർച്ച എങ്ങനെയായിരുന്നു അമ്മ? അത് ആദ്യം കാലിൽ ഒരെണ്ണം ഇട്ടു. അവന് മാർബിളിന്റെ വർക്ക് എടുത്ത് സ്വന്തമായിട്ട് നടത്താറുണ്ട്. കോൺട്രാക്ട് വർക്ക് എടുത്ത് ഒത്തിരി പണിക്കാരും ഉണ്ടായി. അപ്പൊ ആ കോൺട്രാക്ട് വർക്ക് എടുത്ത് നടത്തിയിട്ട് അതിൽ നിന്നാണ് കാലിൽ ജിമ്മ് തുടങ്ങിയത്. കഴിഞ്ഞ് കാലിൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആലുവയിൽ തുടങ്ങി, പിന്നെ എറണാകുളത്ത് തുടങ്ങി. അങ്ങനെ ആ കോൺട്രാക്ട് വർക്കിൽ നിന്നാണ് ജിമ്മ് തുടങ്ങാനുള്ള ഒരു സാധ്യത വന്നത്. മണ്ടനാണ് പൊട്ടനാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഒരു മറുപടി ജിൻഡോ ചേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് അവാർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. മദർ തെരേസ അവാർഡ് മേടിച്ചപ്പോ ഞങ്ങൾ രണ്ടാളും പോയിരുന്നു. അപ്പം വലിയ സന്തോഷം ഉണ്ടായിരുന്നു.
അന്ന് ഒത്തിരി സീരിയലടിയാരും ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങള് അത് ഒരു വലിയൊരു മറുപടിയാണ് കൊടുത്തത്. കാരണം ഒരു മണ്ടനോ പൊട്ടനോ കിട്ടില്ല രീതിയിൽ ഞങ്ങൾ അന്ന് അവിടെ ഉണ്ട്, ഞങ്ങളെ വിളിച്ചായിരുന്നു, ഞങ്ങള് പോയായിരുന്നു. അന്ന് ഒത്തിരി സീരിയലടികളെ നടന്മാരെയൊക്കെ കണ്ടിരുന്നു. ഞങ്ങള് അവിടെ അവാർഡ് മേടിക്കാൻ വന്നിരുന്നു, ഞങ്ങള് കണ്ടു. ശരിക്കും ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തപ്പെടുക തന്നെ ചെയ്തു കഷ്ടപ്പാടില്. ഇപ്പം ഒരുപാട് പേര് അറിയുന്നുണ്ട് ജിൻഡോ ചേട്ടനെ, അല്ലേ? അമ്മയാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇങ്ങനെ ചോദിക്കാറുണ്ടോ ജിൻഡോ ചേട്ടൻ്റെ? അപ്പൊ ഞാൻ വീട്ടിൽ ബിരുദം ഇറങ്ങി ചെടിയാണെങ്കിൽ നമ്മള് വണ്ടികൾ പോകുമ്പോ പറയും ഇതേ ജിൻഡോന്റെ അമ്മ, ജിൻഡോന്റെ അമ്മ. സന്തോഷം. ഞങ്ങളെ വീട് റോഡിനോട് ചേർന്ന. അപ്പൊ മെരുത്തിറങ്ങുന്ന ചെടിയാനിക്ക് വൈകുന്നേരം സുഖമില്ലെങ്കിലും ഞാൻ വന്നപ്പോൾ ചെറുക്കാരെ ഇറങ്ങി ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാൻ നോക്കും. അപ്പൊ ചെറുക്കാരെ നനയ്ക്കാൻ എന്തെങ്കിലും മെരുത്തേക്ക് ഒന്ന് ഇറങ്ങി ചെയ്യുമ്പോ പറയും ജിൻഡോ ചേട്ടൻ്റെ അമ്മക്കളും ജിൻഡോന്റെ വീട് അവന്റെ വണ്ടിയിലിരുന്ന് പോണവര് പറയും. ഇങ്ങനെ തന്നെ മകൻ ഒറ്റയ്ക്ക് കളിക്കണം എന്ന് തന്നെയാണോ അമ്മ പറയണത്? അതോ ഇനിയും അവിടെ ഉള്ള ആൾക്കാരോട് സഹകരിച്ച് പോയി അങ്ങനെ പോയി നിൽക്കണം എന്നാണോ? അതോ ഒറ്റയ്ക്ക് കളിക്കണം എന്നാണോ അമ്മയ്ക്ക് ഒരമ്മ എന്ന നിലയിൽ അമ്മയ്ക്ക് പറയാനുള്ളത്? കാരണം ഗബ്രിയും ജാസ്മിനും ഒരുപാട് തവണ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് ഒരുപാട് രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നവരോട് കൂടിയ കാര്യം എന്താ? അവര് ഞാൻ കുറ്റക്കൂട്ടത്തിൽ നിന്നും കൊണ്ട് ചവിട്ടി താത്തല്ലേ ഉള്ളൂ. അതിലും ഭേദം ഒറ്റയ്ക്കാണെന്ന് കളിക്കുന്നതല്ലല്ലോ. ഒറ്റയ്ക്ക് കളിച്ച അതല്ലേ നല്ലത്. കൂടുതൽ ഒരു ചതിക്കുമെന്ന് കണ്ട ആക്കണ ഇവിടെ പിന്നെ കൂടായിരുന്നു. ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ച് വിജയിച്ച് വരും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ടോപ്പ് 5 വരും എന്ന് വിശ്വാസമുണ്ട്. വിന്നർ ആവും വിശ്വാസമുണ്ട്. ഇത്രയും ദിവസം ഒറ്റയ്ക്കല്ല കളിച്ച. അപ്പോ ബിഗ് ബോസിൽ പോയി കഷ്ടപ്പെട്ട് ഇതുവരെ എത്തി, ബിഗ് ബോസ് എന്ന വലിയ പ്ലാറ്റ്ഫോം എത്തി, അവിടെ ഒരു വലിയൊരു വിജയായിട്ട് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ അച്ഛനും അമ്മയോട് ആശംസിക്കുകയാണ്.